എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക, ശരിയായവ വിലയിരുത്തുക. ഇപ്പോ ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം, ഈ പഞ്ചവത്സര പദ്ധതികൾ മത്സര പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെ പോയാലും ഒരു പരീക്ഷയ്ക്ക്, നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് PSC ഒരു ചോദ്യമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാതിരിക്കില്ല. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഭാഗം എന്തായാലും നമുക്ക് പഠിച്ചേ പറ്റൂ. നോക്കാം നമുക്ക്. ആദ്യത്തെ പ്രസ്താവന, 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. വേഗം പറഞ്ഞോളൂ, ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവനകൾ? നോക്കാട്ടോ നമുക്ക്. സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് 3ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. ശരിയാണോ? ശരിയാണ് അല്ലെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കായിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. 3ാം പദ്ധതി തീർച്ചയായിട്ടും എന്തിനു തന്നെയാണ്? അത് സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത, പ്രത്യേകിച്ച് എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സെൽഫ് റിലയൻസ്, സെൽഫ് സഫീഷ്യൻസി. എന്താണ്? എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം കനിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് എത്ര ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥ വേണ്ട. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അത്രയും റിസോഴ്സസ് നമുക്കുണ്ട് അല്ലെ. ആ ഉള്ള റിസോഴ്സസിനെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മതി എന്ന തിരിച്ചറിവിൽ നിന്നാണ് 3ാം പദ്ധതിക്ക് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. ശരിയാണ്. ഈ പ്രസ്താവനയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ശരിയല്ലേ? 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് വന്നത്? കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ ദൈർഘ്യമുള്ള ഈ ഒരു 10ാം പഞ്ചവത്സര പദ്ധതിയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മൂലധന നിക്ഷേപത്തിന്റെ വർധനവ്. എന്തിന്റെയാണ്? മൂലധന നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ എന്താ പറയാ, ആ ഒരു ക്യാപിറ്റലൈസേഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതും എന്ത് തന്നെയായിരുന്നു? ഈ ഒരു 10ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഓക്കെ അല്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. നമുക്ക് എല്ലാവർക്കും അറിയാം, 1974 മുതൽ 79 വരെ അല്ലെ, ഈ ഒരു കാലഘട്ടമാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം, 20 ദിന പരിപാടികളെല്ലാം തന്നെ ഈ ഒരു 5ാം പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നതാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്ത, അതിനു വേണ്ടി മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ ഒരു 5ാം പദ്ധതി. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരം? ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എ ആണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയില് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്ത ഒരു കൺസെപ്റ്റ് ആണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. പഞ്ചവത്സര പദ്ധതി ഒരു പരിപേക്ഷ്യ പദ്ധതി കൂടിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. പരിപേക്ഷ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പേഴ്സ്പെക്റ്റീവ് പ്ലാൻ ആണ്. അതായത് ചുമ്മാ അങ്ങ് നടത്തി പോകുന്നതല്ല. വ്യക്തമായ ഇത്ര വർഷം കൊണ്ട് ഇത്ര ഡെവലപ്മെന്റ് ഈ മേഖലയില്, അങ്ങനെ ആ ഒരു ഓർഡറിൽ, ആ ഒരു സ്ട്രാറ്റജിയില് എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്ട്രാറ്റജി അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ആസൂത്രണം നടത്തിയ പദ്ധതിയാണ് ഈ ഒരു 5ാം പഞ്ചവത്സര പദ്ധതികള്. ഓക്കെ അല്ലെ? അപ്പൊ ഇത് പരിപേക്ഷ്യ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ എക്സാമിന് ഈ പഞ്ചവത്സര പദ്ധതികളെല്ലാം പഠിച്ചു പോകണം. അതിന്റെ ലക്ഷ്യങ്ങളും കൂടി ഫോക്കസ് ചെയ്യണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏത് വർഷമാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യകത? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തണം
എല്ലാ വർഷവും നടത്തണോ? 5 വർഷത്തിലൊരിക്കലാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മുടെ ഭരണഘടന ശുപാർശ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടന നിയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിലേതാണ് ശരി ഉത്തരം? ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ സി പറയുന്നുണ്ട്. നോക്കാം നമുക്ക്, ഓപ്ഷൻ സി ആണോ ശരി ഉത്തരമായിട്ട് വരിക? ഏത് വർഷമാണ്? യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. ചിഞ്ചു മാം ശരി ഉത്തരാണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1950 ജനുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 324 മുതൽ 329 വരെയുള്ള വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ത്യക്ക് സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമാണെന്നും ആ ഒരു തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ എന്തൊക്കെ ഘട്ടങ്ങൾ ആവശ്യമാണ് നമുക്കറിയാം. ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കണം, തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കണം അല്ലെ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രോസസ്സാണ്. ഇത് ഇപ്പൊ ഇലക്ഷന്റെ സമയമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വാർത്തകളിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ആൾക്കാരാണെങ്കിലും അവരെല്ലാവരും വളരെ സജീവമായി നിൽക്കുകയാണ് ഈ ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്താ, വോട്ടർ പട്ടിക തയ്യാറാക്കല്, അതിൽ വല്ല ക്രമക്കേടുകളോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണം അല്ലെ. അത് മാത്രമല്ല, നാമനിർദ്ദേശം ചെയ്യണം, നാമനിർദ്ദേശ പട്ടിക അല്ലെങ്കിൽ നാമനിർദ്ദേശത്തിനുള്ള ഡേറ്റ് കാര്യങ്ങള്, പിന്നെ ഇലക്ഷന് മുമ്പുള്ള പ്രചരണങ്ങൾ, അവസാനഘട്ട പ്രചരണം. അപ്പൊ ഇങ്ങനെ ഒരുപാട്, പിന്നെ ഇലക്ഷൻ ദിവസം, ഇലക്ഷൻ കഴിഞ്ഞ് ആ വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരെയുള്ള ഇത്രയും വലിയ പ്രോസസ്സിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിലൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ ഇത്രയും ദൗത്യങ്ങളൊക്കെ ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷന് ഉണ്ട്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. 1950 ജനുവരി 25-നാണ് ഇന്ത്യയിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക അല്ലെ. പ്രസ്താവനകൾ നമുക്ക് നോക്കാം, വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ വിസ്തൃതിയേറിയ ഭൂവിഭാഗം ഏതാണ്? ആ ഭൂവിഭാഗം ഏതാന്ന് പറഞ്ഞേ? ഡെക്കാൻ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ബി ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം നമുക്ക് ഈ ഓപ്ഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉത്തരവാണ്. ഏതാണ്? ഈ പ്രസ്താവനകളെല്ലാം തന്നെ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചുള്ളതാണ് അല്ലെ. അതായത് ഉത്തര മഹാസമുദ്രത്തിനും തീരസമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂവിഭാഗം കൂടിയാണ് ഏത്? ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി. ക്ലിയർ അല്ലേ? അപ്പൊ പഴക്കമേറിയ ഒരു ഇന്ത്യയിൽ തന്നെ പഴക്കമേറിയ ഭൂവിഭാഗമാണിത്, അറിയാം. ധാതുക്കളുടെ കലവറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യെസ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭാഗം കൂടിയാണ് ഏത്? ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമികൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ മാൾവ പീഠഭൂമിയൊക്കെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. മാൾവ പീഠഭൂമിയില്ലേ, അത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന കുറെ പർവ്വതനിരകൾ നമ്മൾ പഠിക്കുമല്ലോ, ആരവല്ലി, പശ്ചിമഘട്ടം, അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ത്രികോണ ആകൃതിയാണ്. ഡെക്കാൻ പീഠഭൂമി എന്താണ്? ത്രികോണ ആകൃതിയാണെന്ന് പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറയാണ് ചോദിക്കുന്നതെങ്കിൽ, ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് ഛോട്ടാ നാഗ്പൂർ. ഓക്കെ, പഠിച്ചു വെക്കുക. അപ്പൊ ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതി അല്ലെ, ത്രികോണാകൃതി എന്നൊരു ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡെക്കാൻ പീഠഭൂമിയാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ധാതുക്കളുടെ നിക്ഷേപണ കലവറയാണ് ചോദിക്കുന്നതെങ്കിൽ അതേതാണ്? അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ആണ്. ഓക്കെ, ഇപ്പൊ മാൾവ പീഠഭൂമിയും വിന്ധ്യയും സത്പുര ആരവല്ലി റേഞ്ച് ഒക്കെ ഇതിൽ വരുന്നതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി രേഖകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നോക്കിയേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി റാറ്റ്ക്ലിഫ് രേഖ ആണ്. ശരിയാണോ?
ഇന്ത്യയും പാകിസ്ഥാന്റെയും അതിർത്തി റാഡ്ക്ലിഫ് രേഖയല്ലേ? ശരിയാണ് അല്ലെ? പാകിസ്ഥാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സിറിൽ റാഡ്ക്ലിഫ് ആണ് ഈ ഒരു അതിർത്തി നിർണയം നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ അതിർത്തിക്ക് എന്ത് നമ്മൾ പേരിട്ടിട്ടുണ്ട്? റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സിറിൽ റാഡ്ക്ലിഫ് ആണ് ഈ ഒരു രേഖ നിർണയിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഇന്ത്യ ചൈന പാക് കടലിടുക്ക് ശരിയാണോ? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മക്മഹോൺ രേഖയാണ്. എന്താണ്? മക്മഹോൺ രേഖ അല്ലെ? മക്മഹോൺ രേഖ എന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി അറിയപ്പെടുന്നത്. ഇനി എന്താണ് പാക് കടലിടുക്ക്? പാക് കടലിടുക്ക് എന്താ? പാക് കടലിടുക്ക് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന ഭാഗം അല്ലെ? ഇന്ത്യയും ശ്രീലങ്കയുടെയും അതിർത്തിയാണ് ഏത്? പാക് കടലിടുക്ക്. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചെടുത്തു കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാന്റെയും അതിർത്തി റാഡ്ക്ലിഫ് രേഖ, സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇത് നിർണയിച്ചത്. അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി മക്മഹോൺ രേഖയാണ്. പാക് കടലിടുക്ക് എന്താണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ്. ഇനി ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെയും മാലിദ്വീപിന്റെയും അതിർത്തിയാണ് ഏത്? 8 ഡിഗ്രി ചാനൽ. ശരിയല്ലേ? അതും ശരിയാണ്. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? 1ഉം 3ഉമാണ് നമ്മുടെ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പാക് കടലിടുക്ക്. അതിനെ തന്നെ നമ്മൾ വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. വേറൊരു പേരിലും കൂടി പറയും. എന്താണത്? അത് ഗൾഫ് ഓഫ് മാന്നാർ എന്നാണ് കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാർ ആണേ. ഗൾഫ് ഓഫ് മാന്നാർ. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ശരിയായ ആൻസേഴ്സ്. കിട്ടിയല്ലോ? പിന്നെ ഈ അതിർത്തി ഭാഗങ്ങളൊന്നും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം, രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേറൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കുറെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 ഫങ്ഷൻസ് ഉണ്ട്. വേഗം അതൊന്ന് നോക്കാം. അതിൽ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഏതാണ് ഇതിൽ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ഫങ്ഷൻ ഏതാണെന്ന് നോക്കാമോ? ഏതൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ? പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും നിയമിക്കുന്നു. ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അപ്പൊ അതെന്താണ്? രാഷ്ട്രപതിയുടെ ചുമതലയാണ്. നമുക്ക് ശരി ഉത്തരം പറയാം. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നു. നമുക്കറിയാം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആരൊക്കെയാണ്? നമ്മുടെ രാഷ്ട്രപതി ഉൾപ്പെടെ അല്ലെ? ലോക്സഭയും രാജ്യസഭയും എല്ലാം അടങ്ങിയതാണ് എന്ത്? നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ്. ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ അല്ലെ? അപ്പൊ ഈ ഒരു ഓപ്ഷനും എന്താണ്? ശരിയാണ്. ഹൈക്കോടതിയിലെയും ജില്ലാ കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കൽ ശരിയാണോ? അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നോക്കൂ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ പാർലമെന്റ് എന്ത് ചെയ്യുന്നു? പാർലമെന്റിന് സംയുക്ത സമ്മേളനം ആവശ്യമായി വരും. സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ ചില ബില്ലുകളുടെ അംഗീകാരത്തിൽ അല്ലെങ്കിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും ഒരുമിച്ചുള്ള ഒരു സംയോജനം അല്ലെങ്കിൽ ഒരു സമ്മേളനം ഉണ്ടാകും. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? രാഷ്ട്രപതി. ശരിയാണോ? ഒരിക്കലും അല്ല അല്ലെ? എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് അത് അല്ലെ? ഉറപ്പല്ലേ? യെസ്, തെറ്റാണ്. ആരാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ജോയിന്റ് സിറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുക? ആരായിരിക്കും? അത് ഡെപ്യൂട്ടി സ്പീക്കറുടെ ഉത്തരവാദിത്തം ആണ്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. യെസ്, നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ആൻസറിൽ ഈ ചോദ്യത്തിന് ഒരു വ്യത്യാസമാണ്. ചിലപ്പോ എന്തായിരിക്കും? ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയായിരിക്കും, ചിലപ്പോൾ ശരിയല്ലാത്തതായിരിക്കും, അതുമായിട്ട് ബന്ധമില്ലാത്തതായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതേപോലെയൊക്കെ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് വരുള്ളൂ. പരീക്ഷാ പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. നിങ്ങൾ പഠിക്കാത്ത ഭാഗത്തുനിന്നോ നിങ്ങൾക്ക് പഠിപ്പിക്കാത്ത ഭാഗത്തുനിന്നോ ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാം നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. അടുത്ത ചോദ്യമാണ്, 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? 1857 കലാപം നമുക്കറിയാം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 കലാപമാണ്. ശിപ്പായി ലഹള, യാഥാസ്ഥിക കലാപം,
ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെ ചെറുത്തുനിൽപ്പ് എന്നൊക്കെ പല പേരുകളിലും പല വിശേഷണങ്ങളും അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം മത്സര പരീക്ഷയാണെന്നുണ്ടെങ്കിലും ഏതൊരു പരീക്ഷയാണെന്നുണ്ടെങ്കിലും 1957 കലാപത്തിന്റെ ഒരു ചോദ്യം ഇല്ലാത്തൊരു പേപ്പറേ ഇല്ല. അതിലും ഈ കലാപവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ കലാപ കേന്ദ്രങ്ങളും ആ കലാപ കേന്ദ്രങ്ങളിൽ കലാപം നയിച്ച ആളുകളുടെ പേരുകളും ചോദിക്കാറുണ്ട്. പിന്നെ അതിന്റെ കാരണങ്ങളാണ് ചോദിക്കുക. കാരണങ്ങളിൽ പല കാരണങ്ങളുണ്ട്. കർഷകർ അല്ലെങ്കിൽ ശിപ്പായിമാരോടുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ നമ്മളെ അവര് രണ്ടാം പൗരന്മാരായി കണക്കാക്കിയിട്ട്, അങ്ങനെ ഒരുപാട് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിലുപരിയായിട്ട് പെട്ടെന്ന് പൊടുന്നനെ 1857 കലാപം പൊട്ടിപ്പുറപ്പെടാൻ, മീററ്റിൽ പൊട്ടിപ്പുറപ്പെടാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ്? സിഖ് മത അല്ലെങ്കിൽ മതവിശ്വാസികളായിരുന്ന ശിപ്പായിമാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? ഈ പറയുന്നവര് ഈ തോക്കുകളും വെടിക്കോപ്പുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അതില് ഈ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് പന്നിന്റെയും പശുവിന്റെയും ഒക്കെ എന്ത് ചെയ്തു? മൃഗക്കൊഴുപ്പുകൾ പുരട്ടി. ആ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടായിരിക്കുമല്ലോ അതിനിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം അതിനെ ഓപ്പറേറ്റ് ചെയ്യാനും അതിനെ യൂസ് ചെയ്യാനും. അപ്പൊ മതവിശ്വാസികളെ അത് ഒരുപാട് വ്രണപ്പെടുത്തുകയും അവര് ഒന്നും നോക്കാണ്ട് ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്താനായിട്ട് തുടങ്ങി. അപ്പൊ അതൊക്കെയാണ് കലാപത്തിനുണ്ടായ കാരണമായിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ് ആയിട്ട് പറയുന്നത്. ചോദ്യം എന്താണ്? 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തിയ നേതാവ് ആരായിരുന്നു? എല്ലാവരും ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ എ തന്നെയാണ് ശരി ഉത്തരം. ബീഗം ഹസ്രത് മഹൽ ആണ് അല്ലെ? ബീഗം ഹസ്രത് മഹൽ ആണ് എവിടെ നേതൃത്വം കൊടുത്തത്? ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി മൗലവി അഹമ്മദുള്ള എവിടെയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്? ഫൈസാബാദ്. ഓക്കെ, മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ബഹദൂർ ഷാ ഡൽഹിയിലാണ്. ബഹദൂർ ഷാ എവിടെയാണ്? ബഹദൂർ ഷാ ഡൽഹിയിലാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഓക്കെ, ഇനി കാൺപൂരിലോ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിലും ഗ്വാളിയാറിലും റാണി ലക്ഷ്മിബായ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണേ. അടുത്ത ചോദ്യം, സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ആരാണ്? അപ്പൊ നമ്മുടെ മുന്നിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ചില സാഹചര്യങ്ങളിൽ സ്പീക്കറുടെ അഭാവത്തിൽ അല്ലെ, സ്പീക്കർ ഇല്ലാതിരിക്കുമ്പോൾ, സ്പീക്കർ ആബ്സെന്റ് ആവുകയോ മീൻസ് അവരുടെ പദവി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ആരായിരിക്കും? അത് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ആരായിരിക്കും? ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം. ചില സാഹചര്യങ്ങളിൽ മാത്രം അടിയന്തരമായിട്ട് എന്താ പറയാ എന്തെങ്കിലും ഒരു റെക്കഗ്നേഷൻ ഉള്ള ബില്ലിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇങ്ങനെ ഒരു ജോയിന്റ് സിറ്റിംഗ് ആവശ്യപ്പെടുക. ആ ജോയിന്റ് സിറ്റിംഗ് സമയത്ത് സ്പീക്കർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പദവി ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് അനന്തശയനം അയ്യങ്കാർ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അനന്തശയനം അയ്യങ്കാർ ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു അനന്തശയനം അയ്യങ്കാർ. അടുത്ത ചോദ്യം, നമുക്ക് അടുത്ത ചോദ്യം കിടക്കാലോ? ഡൗട്ട് ഒന്നും ഇല്ലാലോ? യെസ്, അടുത്ത ചോദ്യം, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷകൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഉണ്ടാവും. ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേൽമുണ്ട് ധരിക്കുക അല്ലെ, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട അല്ലെ സാമൂഹിക നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഏതാണ്? കരിവെള്ളൂർ, പാലിയം സത്യാഗ്രഹം, ചാന്നാർ ലഹള, കുറിച്യ കലാപം. ഏതാണ് ശരി ഉത്തരം? വെരി ഗുഡ്. എല്ലാവരും ഇതിന് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള തന്നെയാണ് ശരി ഉത്തരം. 1859 ചാന്നാർ ലഹള. നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്ത് ധരിക്കാൻ പാടില്ലായിരുന്നു?
മേൽമുണ്ട് ധരിക്കരുത്. അങ്ങനെ മേൽമുണ്ട് ധരിക്കുകയാണെങ്കിൽ അതിനൊരു കരം അല്ലെ ബ്രസ്റ്റ് ടാക്സ് ഒക്കെ കൊടുക്കേണ്ടിയിരുന്നു. അപ്പൊ ഇതിനെ ആയിട്ടുള്ള ഈ ഒരു ടാക്സിനെതിരെയുള്ള അവിടെയുള്ള ആളുകളുടെ ഒരു ചെറുത്തുനിൽപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ വസ്ത്രധാരണത്തിന് വേണ്ടി നടന്ന ഒരു ചെറുത്തുനിൽപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഏത് മേൽമുണ്ട് സമരം. ഇത് തന്നെ എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നു? ചാന്നാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ 1859. കരിവെള്ളൂർ സമരം എന്താണ്? കരിവെള്ളൂർ അതായത് 1946 ആ പാടശേഖരങ്ങളിലെ നെല്ല് അല്ലെ, പാടശേഖരങ്ങളിലെ നെല്ല് ഭൂവുടമകൾ എന്ത് ചെയ്തു? അവര് പൂഴ്ത്തി വെച്ചു അല്ലെ. അതായത് നമ്മൾ നമ്മുടെ പട്ടിണി മാറ്റാതെ നമുക്ക് ഒരു നേരത്തിന് ആഹാരത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അപ്പൊ നെല്ലൊക്കെ ഈ ഭൂവുടമകൾ പൂഴ്ത്തി വെച്ചാല് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉപജീവനത്തിന് ആവശ്യം വേണ്ടേ? അപ്പൊ തൊഴിലാളികൾ പ്രത്യേകിച്ച് കർഷകർ എന്ത് ചെയ്തു? അവർ സംഘടിച്ചിട്ട് ആ ഒരു ഭൂവുടമകൾക്കെതിരെ നടത്തിയ ഒരു സമരം കൂടിയായിരുന്നു ഈ ഒരു കരിവെള്ളൂർ സമരം 1946. പാലിയം സത്യാഗ്രഹം അത് നമുക്കറിയാം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. 1947 ഇതിന്റെ വർഷം. കുറിച്യ കലാപം അല്ലെ, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. ഏറ്റവും വലിയൊരു ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ ഈ 4 ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ചോദ്യം പഠിക്കുമ്പോൾ ആ ഒരു ചോദ്യം ഒരു ഉത്തരവും അല്ലാണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടി അതോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നു 1859. കുറിച്യ കലാപം 1812. രാമനമ്പിയാണ് നേതാവ്. ഗോത്രവർഗ കലാപമായിരുന്നു. പാലിയം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ചെറുത്തുനിൽപ്പ് ഉദാഹരണമാണ്. 47. കരിവെള്ളൂർ സമരം ഏത് വർഷമാണ്? 1946. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാല് ഭൂവുടമകൾ നെല്ല് പൂഴ്ത്തി വെച്ചതിനെതിരെ കർഷകർ നടത്തിയ ഒരു സമരം അല്ലെങ്കിൽ അവരുടെ ചെറുത്തുനിൽപ്പായിരുന്നു ഈ ഒരു കരിവെള്ളൂർ സമരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അല്ലെ, ഏതാണ് ഇതില് നമ്മുടെ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്? ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് വരിക? പറഞ്ഞോളൂ. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഏതാണ് ഇതിൽ ശരി ഉത്തരം? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കയ്യൂർ ലഹള, ഉപ്പു സത്യാഗ്രഹം, മലബാർ കലാപം അല്ലെ, അതുപോലെ തന്നെ വേലുത്തമ്പി കലാപം. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ഇതിൽ ശരി ഉത്തരം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ കയ്യൂർ ലഹള, ഉപ്പു സത്യാഗ്രഹം, വേലുത്തമ്പി കലാപം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാം. മലബാർ കലാപം ഒക്കെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് ബന്ധമില്ലാത്തതെന്നാണ് ചോദ്യം. ഏതാണ്? വേലുത്തമ്പി കലാപമാണ് അല്ലെ. ഏതാണ് ഉത്തരം? വേലുത്തമ്പി കലാപം അല്ലേ. അതായത് വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് വേലുത്തമ്പി കലാപം. ഉറപ്പാണല്ലോ. യെസ്. അപ്പം തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഇടപെടലുകളെ അല്ലെങ്കിൽ അതിനോട് ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ് 1808 ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന്റെ ഭാഗമായിട്ട് 1809 എന്ത് നടന്നു? കുണ്ടറ വിളംബരം, കുണ്ടറ പ്രൊക്ലമേഷൻ. നമ്മൾ എല്ലാവരും പഠിച്ച കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അടുത്ത ചോദ്യം, പൂക്കോട്ടൂർ സംഭവം താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെ, പൂക്കോട്ടൂർ സമരം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പറഞ്ഞോളൂ. ഏതാണ് പൂക്കോട്ടൂർ സംഭവവുമായി ബന്ധപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം, മലബാർ കലാപം, പുന്നപ്ര വയലാർ, അതുപോലെ ചാന്നാർ ലഹള. ഏതാണ്? നമുക്ക് വേഗം പറയാൻ പറ്റും അല്ലെ. കണ്ണടച്ച് ഉത്തരം പറയാം. നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കലാപങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഏതാണ്? മലബാർ കലാപം. 1921 മലബാർ കലാപം ഉണ്ടായത്. എവിടെയാണ്? മലപ്പുറത്തെ തിരൂരിലാണ് അല്ലെ, തിരൂരങ്ങാടിലാണ് കലാപം ഉണ്ടായത്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസലിയാർ തുടങ്ങിയ വൻനിര നേതാക്കന്മാരായിരുന്നു ഏത് സംഭവത്തിന്? ഈ ഒരു സംഭവത്തിന് കാരണമായത് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക നായകന്മാരായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന ആൾക്കാർ ഇവരെല്ലാമായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലബാർ കലാപം എന്തായാലും ജസ്റ്റ് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക. 1921 ഇതുമായി ബന്ധപ്പെട്ട വർഷം. ഓക്കെ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. വൈക്കം സത്യാഗ്രഹം എപ്പോഴും ചോദിക്കും. 1924 സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. ഓക്കെ. അതുപോലെ ചാന്നാർ ലഹള നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ. മേൽമുണ്ട് സമരം അല്ലെ, മാറുമറയ്ക്കൽ കരമൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടും ചോദിച്ചാൽ ചാന്നാർ ലഹള എന്ന ആൻസർ വേഗം പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം,
ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു അക്കൗണ്ട് എന്ന ആഹ്വാനത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതാണ്? മുദ്ര ബാങ്ക്, സ്വച്ഛ് ഭാരത് അഭിയാൻ, ജൻധൻ യോജന, സ്കിൽ ഇന്ത്യ. അല്ലെ? അപ്പൊ നമുക്ക് ഓപ്ഷനിൽ തന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്തായാലും അല്ല, അല്ലെ? കാരണം എന്താണ്? അത് ശുചിത്വവുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അല്ലെ? അപ്പൊ ഏതായിരിക്കും ഇത്? അതായത് നമുക്കറിയാം, നമ്മൾ ഇന്ന് ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിലാണ് ജീവിക്കുന്നത്. ഇന്ന് എല്ലാവരും ഡിജിറ്റൽ പേയ്മെന്റുകൾ അല്ലെങ്കിൽ ഡിജിറ്റലിന്റെ ആ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക, അല്ലെ? അപ്പോ അങ്ങനെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ആണേ, അതായത് ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രം മതി എന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2014 നമ്മുടെ പ്രധാനമന്ത്രിയായ PM നരേന്ദ്രമോദിയാണ് ഈ ഒരു ജൻധൻ അക്കൗണ്ട് വഴി ജൻധൻ യോജന നടപ്പിലാക്കിയത്. എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇതൊക്കെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ടാണ്. അതായത് നമ്മളെല്ലാവരും എന്തിന്റെ പ്രൊഡക്റ്റുകളാണ്? നമുക്ക് എല്ലാവരും നമ്മളൊരു ആഗോളവൽക്കരണത്തിന്റെ പ്രൊഡക്റ്റുകളാണ്, അല്ലെ? അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് നമ്മുടെ എക്കോണമിയിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക, ആ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ടാണ് ഈ ജൻധൻ യോജന നമ്മുടെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയത്. ഓക്കെ, 2014 ഓഗസ്റ്റ് 28-നാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. എല്ലാവർക്കും ഒരു അക്കൗണ്ട്, അതുവഴി എന്ത് ചെയ്യുക? നമ്മുടെ ക്യാഷ്ലെസ് എക്കോണമി, അല്ലെ? ക്യാഷ്ലെസ് എക്കോണമി ഇപ്പോ ഏറ്റവും കുറവാണ്. ഇപ്പൊ ആരുടെ കയ്യിലും എന്തില്ല? കാശില്ല. കയ്യിൽ കാശില്ല, പക്ഷെ എവിടെ ഉണ്ടാകും? അക്കൗണ്ടിലുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ഇത് എങ്ങനെയാണ് പേയ്മെന്റ് എന്നുള്ളത് എങ്ങനെയാ കാണിക്കുക, അല്ലെ? എന്തിന് നമ്മുടെ കുഞ്ഞു മക്കളടക്കം ഇപ്പോ അവർക്കും നമ്മളെ കണ്ടിട്ട്, നമ്മൾ കടകളിലൊക്കെ പോയിട്ട് നമ്മുടെ കൂടെ വന്ന് അവരിങ്ങനെ കണ്ടിട്ട്, ഇപ്പൊ അവര് നമ്മളെ കുട്ടികളിൽ കളിക്കുമല്ലോ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടില്, അവര് കളിക്കുമ്പോ അടക്കം അവരിങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോയിട്ട് വരുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അതായത് എന്താന്ന് വെച്ചാല് ഈ ഫോട്ടോ എടുക്കുക മീൻസ് നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ സ്കാൻ ചെയ്യുന്ന പോലെ അവര് ചെയ്യാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, എന്റെ വീട്ടിൽ മോളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോ ഞാനും വിചാരിച്ചു, ഓ എത്രത്തോളം ഡിജിറ്റലൈസ്ഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമാകാൻ നമ്മുടെ മക്കൾ ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞിരുന്നു എന്ന്. ഓക്കെ.